അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നബിദിന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നഗരം ഏത്? ഉത്തരം മക്ക. മക്കയിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അടുത്ത ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് ഏത് മാസത്തിലാണ്? ഉത്തരം റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ പിതാവിന്റെ പേരെന്താണ്? ഉത്തരം അബ്ദുള്ള. അബ്ദുള്ള എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവിന്റെ പേര്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ മാതാവിന്റെ പേരെന്താണ്? ഉത്തരം ആമിന ബിൻത്ത് വഹബ്. ആമിന ബിൻത്ത് വഹബ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിന്റെ പേര്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ മുത്തച്ഛന്റെ പേരെന്താണ്? ഉത്തരം അബ്ദുൽ മുത്തലിബ്. അബ്ദുൽ മുത്തലിബ് എന്നാണ് പ്രവാചകന്റെ മുത്തച്ഛന്റെ പേര്. അടുത്ത ചോദ്യം, പ്രവാചകനെ വളർത്തിയ പിതൃവ്യൻ ആര്? ഉത്തരം അബൂ താലിബ്. അബൂ താലിബാണ് പ്രവാചകനെ വളർത്തിയ പിതൃവ്യൻ. അടുത്ത ചോദ്യം, പ്രവാചകന്റെ പോറ്റുമ്മ ആര്? ഉത്തരം ഹലീമ അസ്സഅദിയ. ഹലീമ അസ്സഅദിയ എന്നാണ് നബിയുടെ പോറ്റുമ്മയുടെ പേര്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ ആദ്യ ഭാര്യ ആര്? ഉത്തരം ഖദീജ റളിയല്ലാഹു അൻഹു. ഖദീജ റളിയല്ലാഹു അൻഹു ആണ് പ്രവാചകന്റെ ആദ്യ ഭാര്യയുടെ പേര്. പ്രവാചകന്റെ എത്രാം വയസ്സിലാണ് പ്രവാചകത്വം ലഭിച്ചത്? ഉത്തരം 40-ാം വയസ്സിൽ. 40-ാം വയസ്സിലാണ് പ്രവാചകന് നുബുവത്ത് ലഭിച്ചത്. അടുത്ത ചോദ്യം, ആദ്യമായി അവതരിച്ച ഖുർആൻ സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖ് ആണ് ആദ്യമായി അവതരിപ്പിച്ച ഖുർആൻ സൂറത്ത്. അടുത്ത ചോദ്യം, ആദ്യ വഹിയുമായി വന്ന മലക്ക് ആര്? ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാം ആണ് ആദ്യ വഹിയുമായി വന്ന മലക്ക്. അടുത്ത ചോദ്യം, ആദ്യ വഹി ലഭിച്ച സ്ഥലം ഏത്? ഉത്തരം ഹിറാ ഗുഹ. ഹിറാ ഗുഹയിൽ നിന്നാണ് ആദ്യ വഹി ലഭിച്ചത്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ വിശേഷണം അൽ അമീൻ എന്നതിന്റെ അർത്ഥം എന്ത്? പ്രവാചകന്റെ വിശേഷണമായ അൽ അമീൻ എന്നതിന്റെ അർത്ഥം വിശ്വസ്തൻ എന്നാണ്. അടുത്ത ചോദ്യം, ഇസ്ലാമിലെ ആദ്യ ഖലീഫ ആര്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഇസ്ലാമിലെ ആദ്യ ഖലീഫ. അടുത്ത ചോദ്യം, ഹിജ്റ നടന്ന നഗരം ഏത്? ഉത്തരം മദീന. മദീനയിലാണ് ഹിജ്റ നടന്നത്. അടുത്ത ചോദ്യം, ഇസ്ലാമിക കലണ്ടർ ആരംഭിക്കുന്നത് ഏത് സംഭവത്തിൽ നിന്നാണ്? ഉത്തരം ഹിജ്റ. ഹിജ്റയിൽ നിന്നാണ് ഇസ്ലാമിക കലണ്ടർ ആരംഭിച്ചത്. അടുത്ത ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ആദ്യ പള്ളി ഏത്? ഉത്തരം ഖുബാ പള്ളി. ഖുബാ പള്ളിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ആദ്യ പള്ളി. അടുത്ത ചോദ്യം, മുസ്ലിങ്ങളുടെ ഖിബ്ല ഏത്? ഉത്തരം കഅബ. കഅബയാണ് മുസ്ലിങ്ങളുടെ ഖിബ്ല. അടുത്ത ചോദ്യം, ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയാണ്
ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്? അടുത്ത ചോദ്യം, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏത്? ഉത്തരം സൂറത്തുൽ കൗസർ. സൂറത്തുൽ കൗസർ ആണ് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. അടുത്ത ചോദ്യം, ഖുർആനിലെ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? ഉത്തരം 114. ഖുർആനിൽ ആകെ 114 സൂറത്തുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം, ബദർ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം ഹിജ്റ 2-ാം വർഷം. ഹിജ്റ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഉഹുദ് യുദ്ധം നടന്നത് ഏത് വർഷമാണ്? ഉത്തരം ഹിജ്റ 3-ാം വർഷം. ഹിജ്റ 3-ാം വർഷമാണ് ഉഹുദ് യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, ഖന്തക് യുദ്ധത്തിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം അഹ്സാബ് യുദ്ധം. അഹ്സാബ് യുദ്ധം എന്നാണ് ഖന്തക് യുദ്ധത്തിന്റെ മറ്റൊരു പേര്. അടുത്ത ചോദ്യം, മക്ക വിജയം നടന്നത് ഏത് വർഷം? ഉത്തരം ഹിജ്റ 8-ാം വർഷം. ഹിജ്റ 8-ാം വർഷത്തിലാണ് മക്ക വിജയം നടന്നത്. അടുത്ത ചോദ്യം, വിടവാങ്ങൽ ഹജ്ജ് നടന്നത് ഏത് വർഷം? ഉത്തരം ഹിജ്റ 10-ാം വർഷം. ഹിജ്റ 10-ാം വർഷമാണ് വിടവാങ്ങൽ ഹജ്ജ് നടന്നത്. അടുത്ത ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗം നടത്തിയ സ്ഥലം ഏത്? ഉത്തരം അറഫ. അറഫയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. അടുത്ത ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ഏത് നഗരത്തിലാണ്? ഉത്തരം മദീന. മദീനയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അടുത്ത ചോദ്യം, പ്രവാചകന്റെ ഖബർ എവിടെയാണ്? ഉത്തരം മസ്ജിദുൻ നബവി, മദീന. മദീനയിലെ മസ്ജിദുൻ നബവിയിലാണ് പ്രവാചകന്റെ ഖബർ. അടുത്ത ചോദ്യം, ഇസ്ലാമിന്റെ ഒന്നാം തൂണ് ഏത്? ഉത്തരം ഷഹാദത്ത്. ഷഹാദത്താണ് ഇസ്ലാമിന്റെ ഒന്നാം തൂണ്. അടുത്ത ചോദ്യം, ദിവസത്തിൽ എത്ര നേരം നമസ്കാരം നിർബന്ധമാണ്? ഉത്തരം 5. ദിവസത്തിൽ 5 നേരം നമസ്കാരം നിർബന്ധമാണ്. അടുത്ത ചോദ്യം, റമളാനിൽ നിർബന്ധമാക്കിയ ആരാധന ഏത്? ഉത്തരം നോമ്പ്. നോമ്പാണ് റമളാനിൽ നിർബന്ധമാക്കിയ ആരാധന. അടുത്ത ചോദ്യം, സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ ദാനം ഏത്? ഉത്തരം സക്കാത്ത്. സക്കാത്താണ് സമ്പന്നരായ മുസ്ലിങ്ങൾക്ക് നിർബന്ധമായ ദാനം. അടുത്ത ചോദ്യം, കഴിവുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായ ആരാധന ഏത്? ഉത്തരം ഹജ്ജ്. ഹജ്ജാണ് കഴിവുള്ളവർക്ക് ജീവിതത്തിൽ നിർബന്ധമായ ആരാധന. അടുത്ത ചോദ്യം, ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥം ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിലെ വിശുദ്ധ ഗ്രന്ഥം. അടുത്ത ചോദ്യം, അവസാന പ്രവാചകൻ ആര്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാന പ്രവാചകൻ. അടുത്ത ചോദ്യം, പ്രവാചകന്റെ ജന്മദിനത്തെ ഓർമ്മിക്കുന്ന മാസത്തിന്റെ പേരെന്താണ്? ഉത്തരം റബീഉൽ അവ്വൽ. റബീഉൽ അവ്വലാണ് പ്രവാചകന്റെ ജന്മദിനത്തെ ഓർമ്മിപ്പിക്കുന്ന മാസം. അടുത്ത ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഗോത്രത്തിൽ പെട്ടവനാണ്? ഉത്തരം ഖുറൈശ്. ഖുറൈശ് ഗോത്രത്തിൽ പെട്ടവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ചോദ്യം, പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്ന മഹത്തായ വിശേഷണം എന്താണ്?
ഉത്തരം ലോകങ്ങൾക്ക് അനുഗ്രഹം, റഹ്മത്തൻ ലിൽ ആലമീൻ എന്നതാണ് പ്രവാചകനെ കുറിച്ച് ഖുർആൻ പറയുന്ന മഹത്തായ വിശേഷണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.